കോട്ടയ്ക്കൽ ആയുർവേദശാല. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. വൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഉൽപാദന രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമാണെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ജില്ലയ്ക്ക് ആവശ്യമായ സബ്സ്റ്റേഷനുകൾ നിർമ്മിതത്തിൽ പ്രത്യേകിച്ച് സ്ഥലമെടുപ്പ് വലിയ വിഷയമായതിൽ കാലതാമസം നേരിടുന്നതായി മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെയാണ് നമുക്ക് MLAയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും സഹായം ആവശ്യം. അതിന് മുൻപിൽ നിന്നാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും ചെയ്തു തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ ജില്ലയുടെ മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ, MLAമാർ, ജനപ്രതിനിധികൾ എല്ലാവരും വളരെ താല്പര്യം എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ ജില്ലയിൽ തന്നെ 2 110 kV സബ്സ്റ്റേഷൻ തിരുവല്ലാരി വേങ്ങര നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. ഇന്നിവിടെ 110 kV കാടാമ്പുഴ സബ്സ്റ്റേഷൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ ഒരു പ്രധാന ഊർജാവശ്യമായ 220 kV വെങ്ങല്ലൂർ സബ്സ്റ്റേഷൻ്റെ തലമെടുപ്പ് അന്തിമഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന പ്രസ്തുത പദ്ധതിയുടെ പൂർത്തീകരണം ഈ ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് വഴിവെക്കുന്നതാണ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ജില്ലയുടെ 3ാമത്തെ 220 kV സബ്സ്റ്റേഷനുകളും വേങ്ങല്ലൂർ. ഇതിനനുബന്ധമായി 33 kV വെന്നിയൂർ, കുന്നപുരം എന്നീ സബ്സ്റ്റേഷനുകളുടെ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 33 kV ചങ്ങരംകുളം സബ്സ്റ്റേഷൻ്റെ സ്ഥലമെടുപ്പ് നടപടികളും പുരോഗമിക്കുന്നു. 33 kV ഇങ്കൽ സബ്സ്റ്റേഷൻ്റെ പ്രവർത്തനവും ഉടൻ തന്നെ ആരംഭിക്കും. ഇത്തരത്തിൽ ഈ ജില്ലയുടെ വൈദ്യുതി മേഖലയുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും പ്രസരണ നഷ്ടം കുറച്ച് വോൾട്ടേജ് പ്രശ്നങ്ങളില്ലാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിനുമായി സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസമാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായി ജനപ്രതിനിധികളുടെ സഹകരണം ഉറപ്പാക്കാനായാൽ സ്ഥലം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. കാടാമ്പുഴ മൈത്രി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് 33 kV സബ്സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ ഇടയിലിടയിൽ ചെറിയ ചെറിയ സബ്സ്റ്റേഷൻസ് ഇല്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ അങ്ങയുടെ ഭാഗത്ത് നിരന്തരം ഇടപെടേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായി ഞങ്ങൾ അങ്ങയെ സഹായിക്കേണ്ടതുണ്ട്. അതിന് സ്ഥലം നൽകുക എന്നത് ഈ പ്രദേശത്തുകാരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കോട്ടക്കലിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അവിടെ ഒരു 33 kV സബ്സ്റ്റേഷൻ തുടങ്ങാനാവശ്യമായ നടപടിയെടുക്കണം. അതിന് പ്രിയപ്പെട്ട ചെയർപേഴ്സൺ 20 സെന്റ് സ്ഥലം തരാം എന്ന് വിദ്യുച്ഛക്തി വകുപ്പിനെയും ഞങ്ങളെയും അറിയിച്ചിട്ടുള്ളത് അവർ തന്നെ ഇവിടെ പറയും. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ, വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത നന്നേങ്ങാടൻ, KP വഹീദ, മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ, കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞു മുഹമ്മദ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ OK സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV നാസിബുദ്ദീൻ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TV റാബിയ, പ്രതിപക്ഷ നേതാവ് P റഷീദ്, വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഫൈസൽ തങ്ങൾ, KSEB ഉദ്യോഗസ്ഥർ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടയൂർ, മാറാക്കര, കുറുവ, പൊന്മള തുടങ്ങിയ പഞ്ചായത്തുകളുടെയും കോട്ടക്കൽ നഗരസഭയുടെയും പരിധിയിലെ വൈദ്യുതി വിതരണം ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ കാടാമ്പുഴയുടെയും സമീപ പ്രദേശങ്ങളായ മാറാക്കര, എടയൂർ, കുറുവ, പൊന്മള തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെയും വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നത് കൽപ്പകഞ്ചേരി, എടരിക്കോട്, കുറ്റിപ്പുറം, മാലാപ്പറമ്പ് എന്നീ സബ്സ്റ്റേഷനുകളാണ്. ഫീഡറുകളുടെ ദൈർഘ്യ കൂടുതൽ കാരണം ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന വൈദ്യുതി മുടക്കവും വിതരണ നഷ്ടവും പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷന് സാധിക്കും. മരവട്ടത്താണ് പുതിയ സബ്സ്റ്റേഷനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.